നമ്മുടെ പെൺകുട്ടികളോട് പറഞ്ഞു കൊടുക്കാനാണ്. ജ്വൽ, അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് പറയാമോ? അതായത് ഈ എക്സ്റ്റേണൽ വാലിഡേഷൻ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഒപ്പീനിയൻ അല്ല എന്റെ ജീവിതത്തെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് ഞാൻ അങ്ങ് ഉറപ്പിക്കണം. ആദ്യം യുവർ ഒപ്പീനിയൻ ഓർ യുവർ തോട്ട് വിൽ നോട്ട് ഡിഫൈൻ മൈ ലൈഫ്. എന്റെ ജീവിതം അത് എന്റെ കമാൻഡിൽ നിൽക്കുന്നതാണ്. എന്റെ സൗന്ദര്യം എന്റെ ഡെഫിനിഷനിലുള്ളതാണ്. ഈ ബോധം എന്ന് നമുക്ക് വരുന്നോ അന്ന് നമ്മൾ ഈ എക്സ്റ്റേണൽ വാലിഡേഷനോടുള്ള ക്രേവിങ് നമുക്ക് അവസാനിക്കും. നമ്മളെ പറ്റി നല്ലത് പറയുന്ന, നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന, നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കൈയടിക്കാൻ റെഡിയുള്ളവരെ കൂടെ നിർത്തിയാൽ മതി. അതല്ലാത്തവൻ മാമനായാലും മച്ചാനായാലും അമ്മായി ആയാലും ഒക്കെ അങ്ങ് ഉപേക്ഷിച്ചേക്കുക. അതങ്ങ് മൈൻഡ് ചെയ്യാതിരിക്കുക. അവരുടെ തലയ്ക്കകത്തുള്ള തലച്ചോറിന് വലിപ്പമില്ല, അവരുടെ ലോകത്തിന് ചിന്തകൾക്കോ വലിപ്പമില്ല. പൊട്ടക്കിണറ്റിലെ തവളകളെ നമ്മൾ ഒരിക്കലും നമ്മുടെ ലൈഫിന്റെ ഉടമസ്ഥരാക്കി വെക്കരുത്. അവർക്കല്ല നമ്മുടെ ലൈഫിലുള്ള ഏജൻസി. നമ്മൾ ഓരോ വ്യക്തികളും ചിന്തിക്കണം. ഇപ്പൊ എനിക്ക് ഇത്ര പ്രായമായി, ഞാൻ ഇത്രയും ജീവിച്ചു, ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്രയും ഹഡിൽസ് താണ്ടി കടന്നു വന്ന് ഇത്രയും രോഗങ്ങളെ അല്ലെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുകളെ ഇത്രയും പെയിനെ എൻഡ്യൂർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് സൗന്ദര്യമുണ്ട്. അത് ഇവനൊന്നും തീരുമാനിക്കുന്ന സ്റ്റാൻഡേർഡിലുള്ള സൗന്ദര്യമല്ല. അത് എന്നെ കാണുമ്പോൾ, എന്റെ കണ്ണിൽ നോക്കുമ്പോൾ, എന്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ മനുഷ്യർക്ക് കിട്ടുന്നൊരു വെളിച്ചമാണ്. അത് ഈ ബോധം ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് നോക്കി ഇതൊക്കെ ചോദിക്കാൻ മനുഷ്യർക്ക് ഒരു ഇച്ചിരി പേടി തോന്നും. ഇനി ചോദിച്ചാൽ പോലും ചോദിച്ചവനെ അവിടെ ഇട്ട്, ഇപ്പൊ ഗൗരി ആ ബോധമുള്ള ഒരാളാണെന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം അല്ലെങ്കിൽ അത് സ്വന്തം ഏജൻസിനെ പറ്റി ഇത്രയും പവർഫുള്ളി കോൺഫിഡന്റ് അല്ലാത്ത ഒരു സ്ത്രീ അവിടെ ചിലപ്പോ ഒരു ചെറിയ ചിരി കൊടുത്തിട്ട് അതങ്ങ് വിട്ടേക്കാം എന്ന് വിചാരിക്കും ചിലപ്പോ. എനിക്ക് തോന്നുന്നു, അല്ല ജ്വൽ, അവിടെ ഈ ഗൗരി ആദ്യത്തെ തവണ അങ്ങനെ ഒന്ന് വിട്ടു എന്ന് എനിക്ക് തോന്നുന്നു. ആദ്യം ഈ പ്രശ്നത്തിന് മുൻപ് അതെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ ഇയാൾ ഇങ്ങനെ പറഞ്ഞപ്പോ ഗൗരി അത് വിട്ടു. പക്ഷെ വിട്ടതിൽ പിന്നെ ഖേദിച്ചു ഞാനെന്ന് പറഞ്ഞു. എനിക്കത് ഞാൻ റെസ്പോണ്ട് ചെയ്യാത്തതിൽ ഞാൻ തന്നെ എന്നോട് അയ്യോ ഞാൻ അത് പറഞ്ഞില്ലല്ലോ എന്ന ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു ഗൗരി. ഇല്ല, ഇതിലൊരു കാര്യം എന്താണെന്ന് അറിയാമോ? യൂഷ്വലി എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി പ്രതികരിച്ചില്ല? ഇതിപ്പോ നമ്മൾ ആരെങ്കിലും കയറി പിടിച്ചാലോ അല്ലെങ്കിൽ ഒരു അസോൾട്ട് ഉണ്ടാകുമ്പോഴോ എല്ലാവരും ചോദിക്കുന്നത്, നീ എന്തിനാ അപ്പം ഉണ്ടായിരുന്നു, നീ എന്തുകൊണ്ട് അത് അപ്പൊ തന്നെ പ്രതികരിച്ചില്ല? പീപ്പിൾ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ഷോക്ക്. ഷോക്ക് എന്ന് പറഞ്ഞ ഒരു സാധനത്തിന് ഇമ്മീഡിയറ്റ് റെസ്പോൺസ് എല്ലായ്പ്പോഴും ഉണ്ടാവില്ല. ഇത് മനുഷ്യർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു ഹിറ്റ് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ, അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടിക്കഴിയുമ്പോൾ പ്രോസസ് ചെയ്യാനുള്ള സമയം എടുക്കും. ഗൗരി ടുക്ക് ദ ടൈം, ഷീ വെയിറ്റഡ് ഫോർ ദ ചാൻസ്. അത് കഴിഞ്ഞിട്ട് അവർ ലാഷ് ഔട്ട് ചെയ്തു. വളരെ ബ്യൂട്ടിഫുള്ളി അവർ അയാളെ ഫ്രൈ ചെയ്തെടുത്തു ആ സിറ്റുവേഷനിൽ. ദാറ്റ് ഈസ് ഹൗ വി ഹാവ് ടു ഡു ഇറ്റ്. നെവർ ലൂസ് ദാറ്റ് ഗ്രിപ്പ്. അതാണ്, ആ ഗ്രിപ്പ് വിട്ടുപോയൊരു സമയം ഉണ്ടായെന്നും ഗൗരി പറയുന്നുണ്ട്. ഇത് വളരെ ഇപ്പൊ ഒരു 12 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റുള്ള ഒരു സംവാദമായിരുന്നു ഈ നടന്നത്, അവർ തമ്മിലുള്ള ഫൈറ്റിങ്ങിലും. പിന്നീട് ഗൗരി അതിന്റെ ഓരോ നിമിഷങ്ങളെ കുറിച്ച് പറയുമ്പോഴും ഗൗരി പറയാണ്, ഞാൻ ഇടയ്ക്ക് ചിന്തിക്കുന്നുണ്ടായിരുന്നു, ഈശ്വര ഇത്രയും ആണുങ്ങളും ഞാൻ ഒറ്റയ്ക്ക് അവിടെയും, അപ്പോൾ ഇത് ഞാൻ പറയുന്നത് ഇനി തെറ്റാണോ, ഞാൻ ചെയ്യുന്നത് ശരിയല്ലേ എന്നൊരു തോന്നൽ പോലും എനിക്ക് ഉണ്ടായെന്നാണ് ഉമ്മ ചേച്ചി ഗൗരി പറഞ്ഞത് ആ സമയത്ത്. അല്ല, അത് ഗൗരി ചിന്തിക്കാൻ കാരണം വെച്ചാൽ മറ്റൊരു സ്ത്രീ അവിടെ ഇല്ല, ആ പ്ലാറ്റ്ഫോമിൽ ഇല്ല. അപ്പൊ ചുറ്റിനും ഇത്രയും പുരുഷന്മാരുടെ ഇടയിൽ നിന്ന് സംസാരിക്കുമ്പോൾ എന്റെ വാക്കുകളെ എങ്ങനെയൊക്കെ ഇവർ എടുത്ത് പെരുമാറുന്നൊരു ആശങ്ക പെട്ടെന്ന് ഗൗരിക്ക് തോന്നിയിട്ടുണ്ടാവും. അത് ഗൗരിയുടെ സ്ഥാനത്ത് ആർക്കായാലും തോന്നുന്ന ഒരു കാര്യമാണ്. മറ്റൊരു സ്ത്രീയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു നോട്ടം കൊണ്ടെങ്കിലും അവരുടെ ഒരു ഒപ്പീനിയൻ ഗൗരി നോക്കിയേനെ. പക്ഷെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഗൗരി ഇത്രയും പുരുഷന്മാരുടെ ഇടയിൽ ഒറ്റയ്ക്ക് നിന്ന് ഇത് പറയാൻ ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഗൗരിയുടെ മനസ്സിൽ ഇതുപോലെ ഒരുപാട് ആഴത്തിൽ പല ആൾക്കാരോടും കാണിക്കുന്നത് കണ്ടും കൂടെ ഒരു വേദന ഉണ്ടാവും. കാരണം ഒരാൾക്ക് വണ്ണം കൂടുകയോ വണ്ണം കുറയുകയോ മറ്റേത് തരത്തിലുള്ള വ്യത്യാസങ്ങൾ വരികയോ ചെയ്യുന്നത് ഇവരുടെ ആരുടെയും പ്രശ്നമല്ല. സ്വന്തം ശരീരത്തിനകത്ത് എന്ത് മാറ്റം വന്നാലും അത് അവരവരുടെ മാത്രം പ്രശ്നമാണ്. ഇത് എന്തിനാണ് ഇവർക്ക് എവിടെയാണ് ഇതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാവുന്നത്? ഗൗരിയെ അക്സെപ്റ്റ് ചെയ്ത പ്രൊഡ്യൂസർക്കോ ഡയറക്ടർക്കോ കഥയ്ക്കോ കഥാപാത്രത്തിനോ ഉണ്ടായിട്ടില്ല, നായകനുണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ആ ടോട്ടൽ ക്രൂവിനുണ്ടായിട്ടില്ല. പിന്നെ കാണുന്ന പ്രേക്ഷകൻ ഇതിന് എന്തിനാണെന്നേ ഇത്ര വേദനിക്കുന്നത്? അതിന്റെ ആവശ്യം എന്താ? അപ്പൊ ഗൗരി ഒരു ചെറിയ എക്സാമ്പിൾ മാത്രമാണ്. ഇത് ഇപ്പൊ ജുവലിന്റെ കാര്യത്തിലാണെങ്കിലും എനിക്ക് ജുവലിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആ ഒരു കാര്യത്തില്ല. കാരണം ജുവല് സർവൈവ് ചെയ്ത് വന്നതിനകത്ത് എനിക്ക് ഒത്തിരി റെസ്പെക്ട് ആണ്. അതുപോലെ ഇതൊക്കെ ഇങ്ങനെ അടിച്ച് പറയണം. ഇത് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് ആവശ്യമില്ലാത്ത സാധനമാണ്. ഇത് എന്റെ ജീവിതം, എന്റെ ശരീരം, എന്റെ സ്വാതന്ത്ര്യം. അത് പറയാനുള്ള ഗട്ട്സ് ഓരോരുത്തർക്കും ഉണ്ടാവുമ്പോ ഇത് മാറുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഇത് പണിഷ് ചെയ്യണം, നന്നായിട്ട് പണിഷ് ചെയ്യണം. ഒറ്റ പ്രാവശ്യം ഒരാളെ പണിഷ് ചെയ്താൽ ഒരല്പമെങ്കിലും ഭയം ഉണ്ടാവും. അല്ലാതെ ഒന്നും ഇത് മാറില്ല. ഇതൊക്കെ
തിരുത്തപ്പെടാനുള്ള ടൈമായി. ഈ ടൈമെങ്കിലും ഒന്ന് യൂസ് ചെയ്യണേ എന്നാണ് ഞാൻ ഇപ്പൊ ശരിക്കും പ്രേ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ജുവലിനെ കുറിച്ച് ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്. ആ പ്രതികരിക്കുന്ന രീതിയും സംസാരവും, അത് ആ വാക്കുകളിൽ അതിൻ്റെ ഒരു പവറും ഉണ്ട്. അതെങ്ങനെ വന്നു, അത് നേരത്തെ അങ്ങനെ ആയിരുന്നോ എന്നൊരു ചോദ്യം കൂടി എൻ്റെ ആ നേരത്തെ ക്വസ്റ്റ്യനിൽ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ഉണ്ടായിരുന്നു. നേരത്തെ ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല. ഐ വാസ് ഓൾസോ എ ഡൗട്ട്ഫുൾ പേഴ്സൺ. ഞാനും സമൂഹത്തിലുള്ള മറ്റുള്ളവരുടെ ഒപ്പീനിയൻസിനെ കുറിച്ച് ബോധേഡ് ആയിരുന്നു. എനിക്കും അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നെ ലേറ്റർ ഓൺ ലൈഫിലെ പല ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലൂടെയും ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് അരി മേടിക്കാൻ കാശുണ്ടാക്കുന്നത് ഞാനാണ്. അപ്പൊ എന്റെ ലൈഫിൽ തീരുമാനം എടുക്കേണ്ടത് ഞാനാണ്. അപ്പുറത്തെ വീട്ടിലെ ചേട്ടനോ ചേച്ചിയോ ആരും എനിക്ക് 10 പൈസ കൊണ്ട് തരുന്നില്ല. അപ്പൊ അവരുടെ ഒപ്പീനിയനും ആ വില കൊടുത്താൽ മതി. ഇത് ഞാൻ ലിറ്ററലി എന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇവരിങ്ങനെ നമ്മളൊരു ആക്ടറായിട്ടിരിക്കുമ്പോൾ പല കഥകളും ഇങ്ങനെ കേൾക്കും, നാട്ടുകാരും വീട്ടുകാരൊക്കെ പറയണം. അപ്പൊ ഇതിങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്ത് വിഷമിക്കണ കണ്ടപ്പോ ഞാൻ പറഞ്ഞു, ഈ വീട്ടിൽ അരി മേടിക്കാൻ കാശ് കൊണ്ടിരുന്നത് ഞാനും പപ്പയുമാണ്. നമ്മൾ രണ്ടുപേരും അല്ലാതെ ഈ വീട്ടിനകത്ത് ഒപ്പീനിയൻസ് പറയാനായിട്ട് പുറത്തുനിന്ന് ഒരാൾ വേണ്ട. ഓക്കെ, വാട്ട് ഹാപ്പൻസ് ഇൻ ദിസ് ഹൗസ് അബൌട്ട് ദ പീപ്പിൾ ഇൻ ദിസ് ഹൗസ്, അത് ഇവിടെ തീരുമാനിക്കപ്പെടണം. വേറെ ആരും അത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്നുള്ളത്. ദെൻ ലേറ്റർ ഓൺ ഐ ഇവോൾവ്ഡ്. ഞാൻ മനുഷ്യരെ കാണാൻ തുടങ്ങി, സർവൈവ് ചെയ്തവരെ കാണാൻ തുടങ്ങി, പ്രോഗ്രസീവ് ആയിട്ട് ചിന്തിക്കുന്നവരെ കാണാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇത്ര ചെറിയൊരു കിണറിനുള്ളിൽ കിടക്കേണ്ടവരല്ല നമ്മൾ. പുറത്ത് വിശാലമായ ലോകമുണ്ട്, അവിടെ മനുഷ്യരുടെ ജീവിതങ്ങൾക്ക് ഇനിയും സാധ്യതയുണ്ടെന്നുള്ളത്.